ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് പഴം വിളയിച്ചത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ പഴം വിളയിച്ചതൊക്കെ കുറെ പേർക്കൊക്കെ അറിയാവുന്ന ഒരു റെസിപ്പി തന്നെയായിരിക്കും. പഴയകാല ഒരു റെസിപ്പി തന്നെയാണ്. ഇപ്പോഴും എല്ലാവരും തന്നെ തയ്യാറാക്കാറുണ്ടാവുമായിരിക്കും. അപ്പോൾ ഇത് അറിയില്ലാത്തവരും ഉണ്ടാവില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ റെസിപ്പി. അപ്പോൾ ഞാനൊരു പാൻ സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ ഈ നെയ്യ് നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാഷ്യൂ നട്ട്സും 2 ടേബിൾ സ്പൂൺ ബ്ലാക്ക് മുന്തിരിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പൊ കുട്ടികളൊക്കെ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു 4 മണി പലഹാരമാണ് കേട്ടോ. അത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അതുപോലെ ഈ പഴം വെച്ചിട്ടുള്ള ഒരുപാട് റെസിപ്പീസ് നമ്മൾ നേരത്തെ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. അതായത് ഇപ്പൊ ഇതിന്റെ കളറൊക്കെ നല്ലപോലെ ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. ഇനി കോരി മാറ്റാം. ഇനി ഈ നെയ്യിലേക്ക് തന്നെ 1/2 കിലോ പഴം, ഏത്തപ്പഴം ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ. നിങ്ങൾ ചേർത്ത് കൊടുക്കാം. ഏത്തപ്പഴം കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് നമ്മൾ മുമ്പ് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ബനാന റെസിപ്പീസും പറഞ്ഞ് കൊടുക്കാം. അപ്പോൾ അത് ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ എല്ലാവരും. ഇനി ഇതിനകത്തേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയൊക്കെ ഒരുപാടൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ചേർത്തോളൂ കേട്ടോ. അതിപ്പോൾ നമ്മുടെ പഴത്തിന് ഓൾറെഡി നല്ല മധുരം ഉണ്ടാവും. പിന്നെ ഇപ്പോൾ ഒരുപാട് പഞ്ചസാര ചേർക്കാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. ഇത് ചില സ്ഥലങ്ങളിലൊക്കെ ഇത് നന്നായിട്ട് ഉടച്ച് എടുക്കും കേട്ടോ. അപ്പം അങ്ങനെ എടുക്കാൻ എനിക്കിഷ്ടമില്ല. അപ്പം അത് കാരണോട് ഞാൻ ഇങ്ങനെയാട്ടോ ഇപ്പോൾ എടുക്കണുള്ളൂ. ഒരുപാട് അങ്ങോട്ട് ഉടച്ചങ്ങോട്ട് എടുക്കുന്നില്ല. ഇനി ഇതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ച കാഷ്യൂ നട്ട്സും റൈസിൻസും കൂടെ ഇട്ട് കൊടുക്കാം. ഈ കാഷ്യൂ നട്ട്സും റൈസിൻസും ഒക്കെ ഓപ്ഷനിലാണ് കേട്ടോ. ഇപ്പം പഴമാണെങ്കിലും നെയ്യാണെങ്കിലും അതുപോലെ കാഷ്യൂ നട്ട്സ് എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ്. അപ്പോൾ നമ്മൾ കുട്ടികൾക്കൊക്കെ ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. ഇപ്പോഴത്തെ ഈ ഫാസ്റ്റ് ഫുഡ് സംസ്കാരമൊക്കെ ഒന്ന് മാറ്റി നിർത്തി കുറച്ചിത് ഹെൽത്തി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. വല്ലപ്പോഴൊക്കെ ഇതൊക്കെ കഴിക്കുമ്പോൾ അവർക്കും ഇഷ്ടമാവും. എന്നും മറ്റേക്ക് കൊടുത്താൽ പിള്ളേർക്ക് ഇഷ്ടാവില്ല. ഇതിപ്പോൾ പഴം വിളയിച്ചതല്ലേ. അപ്പം മത്തങ്ങ വിളയിച്ചതിൻ്റെ റെസിപ്പിയും മുമ്പ് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് മത്തങ്ങ വിളയിച്ചത് ഇഷ്ടമുള്ളവർ അല്ലെങ്കിൽ അത് ഉണ്ടാക്കാൻ അറിയാൻ പാടില്ലാത്തവരൊക്കെ അതും ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഈ മത്തങ്ങ വിളയിച്ചത് കാണാനൊന്നൊരു കുമ്പില്ല എന്നുള്ളൂ, പക്ഷെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ പഴം വിളയിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ. ഇനി നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ അതായത് കുറച്ചുകൂടി ഒന്ന് ടേസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് മിൽക്ക് മെയ്ഡ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരുപാടൊന്നും ഒഴിക്കണ്ട. അപ്പോൾ അതങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഴം വിളയിച്ചത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള നല്ലൊരു പലഹാരമാണിത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഐഷസ് ക്രിയേഷൻസ്.